ഹലോ യൂട്യൂബ്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഈ ആർ സി കാർ പുറത്ത് കൊണ്ടുപോയി ഓടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാകെ ചെളിയും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആകെ ചെളിയും മണ്ണുമായിട്ട് ആകെ ഡേർട്ടി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ആർ സി കാർസ് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നത് കിച്ചണിൽ വാഷ് ബേസിന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പുറത്ത് വാഷ് ചെയ്യാൻ പറ്റുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ കിച്ചണിൽ വാഷ് ബേസിന് വെച്ച് വാഷ് ചെയ്യുന്നത്. ഗൈസ്, ഞാൻ എപ്പോഴും എൻ്റെ ആർ സി കാർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ ബോഡിയും ചാസിയും സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ബോഡി ഡിസ്മൗണ്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ക്ലിപ്സ് എല്ലാം ഞാൻ ഊരിയിട്ടുണ്ട്. 4 ക്ലിപ്സാണ് വരുന്നത്, ഫ്രണ്ടിൽ 2 ബാക്കിൽ 2. അപ്പോൾ അങ്ങോട്ട് മാറ്റി നമുക്ക് സേഫായിട്ട് വയ്ക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉൾവശം കേട്ടോ. അന്യായ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഇത് ആക്സിയൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ CJ7 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഒരു ജീപ്പ് റൂബിക്കോണിൻ്റെ പഴയ റൂബിക്കോണല്ല, പഴയ ജീപ്പ് റെനഗേഡ് എന്ന് പറഞ്ഞൊരു ഓഫ് റോഡ് ജീപ്പിൻ്റെ ഒരു സ്കെയിൽ മോഡലാണ് വരുന്നത്. ഇന്നലെ ഞാൻ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തില്ലായിരുന്നു. ബാറ്ററി നമ്മൾ സേഫായിട്ട് മാറ്റി വെച്ച്. ഇൻറ്റീരിയറൊന്നും അത്ര വലിയ ചെളിയായിട്ടില്ല. ഏറ്റവും കൂടുതൽ ചെളിയായിരിക്കുന്നത് എൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. അടിവശം. ബാക്ക് വശം എന്ന് ഉദ്ദേശിച്ച അടിവശമാണ്. ഓക്കെ, ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ ടയർ സെപ്പറേറ്റ് ഊരി ക്ലീൻ ചെയ്യുക, അതാണ് ഏറ്റവും എളുപ്പം. ടയർ 4 സെപ്പറേറ്റ് ഊരി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ അടിവശം ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു 7ൻ്റെ ഒരു ഹെക്സ് സ്ക്രൂ ഡ്രൈവറാണ്. സ്ക്രൂ ഡ്രൈവറല്ല, ഹെക്സ് നട്ട് റിമൂവർ. ഓക്കെ, ചെറിയ നട്ടാണ് വരുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ സേഫായിട്ട് എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ ഊരി കഴിഞ്ഞിട്ടുള്ള കോലം. ചാസിയുടെ അടിവശമാണിത്. അണ്ടർ ബോഡി കംപ്ലീറ്റ് ചെളിയാണ്. നമുക്കിത് ക്ലീൻ ചെയ്യാം. അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ആ ഡസ്റ്റൊക്കെ ഒന്ന് ഈസി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഓൾറെഡി വാട്ടർ പ്രൂഫ് ആയിരുന്നു, അത്ര പേടിക്കുകയല്ല. ഡയറക്റ്റ് അതിലേക്ക് ഫോഴ്സ് വാട്ടർ ഉപയോഗിക്കാതിരുന്നാൽ മതി. പൈപ്പ് വാട്ടർ ജസ്റ്റ് ചുമ്മാ ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഇതൊരു 1 year ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതുവരെ എനിക്ക് അങ്ങനെ അതുകൊണ്ടൊരു ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു ബ്രഷിൽ നമ്മുടെ സോപ്പ് ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നതെല്ലാം. ഗൈസ്, വണ്ടിയുടെ ഉൾവശം അത്യാവശ്യം നീറ്റായതുകൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല നീറ്റാണ്. അധികം ചെളിയൊന്നും കയറിയിട്ടില്ല. ജസ്റ്റ് പൊടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഡ്രൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടിവശം അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. അതിന് നമുക്ക് വണ്ടിയുടെ ബോഡിയും ടയറും കൂടെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. ഇതാണ് വണ്ടിയുടെ ബോഡി. അത്യാവശ്യം നല്ല ഹാർഡ് ബോഡിയാണ്. ഞാൻ ലൈറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല വണ്ടി ഓഫ് റോഡ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാനത് സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചേക്കാണ് അതിൻ്റെ കണക്ഷൻ. ഗൈസ്, ഈ വണ്ടി ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളം ആയിട്ടോ. 1 കൊല്ലം ഓഫ് റോഡ് ചെയ്ത് ഇതൊക്കെ പൊട്ടിപ്പോയി. ഇവിടെയും പൊട്ടിപ്പോയി. ഇതിൻ്റെ കണ്ണാടി 2 സൈഡും പൊട്ടിയിരിക്കുകയാണ്. ബാക്കി ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും, ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ കോർണറിലും ഓരോ സ്ക്രാച്ച് വന്നല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ബോഡിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ ബോഡിയും നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടായിരുന്ന ചളിയും കാര്യങ്ങളെല്ലാം പോയി, നീറ്റാണ്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ആകെ ടയറും കൂടെയാണ് ഇനി ക്ലീൻ ആക്കാനുള്ളത്. ഞാൻ എപ്പോഴും ടയർ ക്ലീൻ ചെയ്യാൻ നമ്മുടെ സോപ്പ് ലിക്വിഡും ബ്രഷും വെച്ചിട്ട് സെയിം നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്ത് നമുക്ക് തന്നെയാണ് ഇത് ചെയ്തത്. ജസ്റ്റ് ഇതിൽ ഞാൻ ബെഡ് ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്റ്റോക്ക് ടയർ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ. ഇതൊരു സോഫ്റ്റ് ബോം ഇൻസൈഡ് ആയിട്ടുള്ള ഒരു ക്രോളിംഗ് ടയറാണ് കേട്ടോ. ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ചാസി നമ്മൾ വാഷ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഞാനിത് ആഫ്റ്റർ വാഷ് എപ്പോഴും ഞാനിത് ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്.
കാര്യം ഇലക്ട്രോണിക്സിൽ വാട്ടർ തങ്ങി നിന്നിട്ട് ആ ഗ്യാപ്പിൽ വല്ലതും തങ്ങി നിന്നിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി അത് കേട് വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത്. ഇത്തിരി ചെറിയതായിട്ടൊരു ഹോട്ട് എയർ വെച്ചിട്ട് ഇത് ബ്ലോ ചെയ്ത് വാട്ടർ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനത് ബാക്കി റൂം എയർ വെച്ചിട്ട് ഉണക്കാറാണ് പതിവ്. ഗൈസ്, അപ്പോൾ നമ്മൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് അതിനെ ജാക്കി വെച്ച് പൊക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ ടയറും കൂടെ ഇട്ടാൽ മതി കേട്ടോ. ഗൈസ്, ടയർ ഇടുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. WD-40. എല്ലാവർക്കും അറിയാം WD-40യുടെ യൂസ് എന്താണെന്ന്. നമ്മളിപ്പം വെള്ളത്തിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, വെള്ളത്തിലിറക്കുന്നുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യുമ്പം അതിൻ്റെ മെറ്റൽ പാർട്സ് എല്ലാം നനയുന്നുണ്ട്. അപ്പം അത്യാവശ്യം തുരുമ്പ് എടുക്കാനുള്ള സാധ്യതയുള്ള ഭാഗങ്ങളിലാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സേഫ് സൈഡാണ്. അപ്പം വണ്ടി തുരുമ്പ് റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ആയിരിക്കും. അപ്പോൾ ടയറൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ നമ്മളെ ജാക്കിയിൽ നിന്ന് ഇറക്കാം. ജാക്കി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ ഗൈസ്, ഞാൻ മെയിനായിട്ട് WD-40 അപ്ലൈ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ്, ബാക്കിലും ഫ്രണ്ടിലുള്ള ഡ്രൈവ് ഷാഫ്റ്റ്. ഈ ഡ്രൈവ് ഷാഫ്റ്റ് പ്ലാസ്റ്റിക് ആണെങ്കിലും പക്ഷേ ഇതിനുള്ളിലുള്ള ആ പീസ് മെറ്റൽ പീസാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. ചെറുതായിട്ട് വളരെ നൈസായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒരു പത പോലെ പറഞ്ഞ് ഒരുപാട് വരും അല്ലെങ്കിൽ. ഗൈസ്, പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് നക്കിളിൻ്റെ ഉള്ളിലെ ഭാഗമാണ്. എനിക്ക് ആ പാർട്ടിന് എക്സാക്ട്ലി കറക്റ്റ് എന്ത് നിയമം പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ഭാഗം പറയുന്നത് സ്റ്റിയറിംഗ് നക്കിളെന്നാണ് പറയുന്നത്, പക്ഷേ ഇതിനുള്ളിൽ വരുന്നത് എന്താ കറക്റ്റ് പറയുന്നത് എനിക്കറിയത്തില്ല. എന്നെയും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എനിക്കും ഒരു അറിവാകുമല്ലോ. ഗൈസ്, പിന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ സ്ക്രൂസിലും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ WD-40 എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും പിന്നെ ജാക്കി വെച്ച് പൊക്കാം. നമുക്ക് ടയർ അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. എൻ്റെ 4 ജാക്കി ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ടയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കാറിൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ RC കാറുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്.